പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളിലേക്ക് വളരെ വേഗം ഒന്ന് കടന്നു പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലെ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്ത്, പ്രതിരോധ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പുറത്ത് അവിടുത്തെ ബന്ദികളുടെ കുടുംബങ്ങൾ നടത്തിവരുന്ന സമരം അത് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ശനിയാഴ്ച രാത്രിയും ഇന്നലെ രാത്രിയും ഈ ബന്ദികളുടെ കുടുംബങ്ങൾ, ഈ പ്രക്ഷോഭകാരികൾ ഈ വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. അതായത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയം ഒരു അർത്ഥത്തിൽ ഉപരോധിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പോലും പറയാം സമരത്തിന്റെ രീതി. മറ്റെല്ലാ വഴികളും ഞങ്ങൾ നോക്കി, പക്ഷേ ഒരു തരത്തിലും ഭരണകൂടം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല. എങ്ങനെയാണ് അതിൽ സൈനികരായ ചിലരുടെ അമ്മമാരൊക്കെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ കുട്ടികളെ സൈന്യത്തിലേക്ക് അയക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അപകടം സംഭവിച്ചാലോ ബന്ദിയാക്കപ്പെട്ടാലോ ഒക്കെ ഭരണകൂടം അവരെ മറക്കുകയാണ്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള അവസാനത്തെ സമരമാർഗമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുൻപിൽ ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ, സ്ത്രീകൾ അടക്കം, വനിതകളടക്കം, പ്രായമുള്ളവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ചും സൈനികരുടെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ പ്രായമുള്ളവരാണ്. അങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ അവിടെ പ്രക്ഷോഭത്തിലാണ്. അവരിപ്പോഴും അവിടെ ഈ ശാശ്വതമായ വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ, 2ാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പ്രക്ഷോഭം തുടരുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. രണ്ടാമത്തേത്, ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹമാസും അമേരിക്കയും നേരിട്ട് ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ അസഹിഷ്ണുതയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഇസ്രായേലിലെ പല നേതാക്കളും അതിനെതിരെ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയാണ് അമേരിക്കയുടെ ഈ ബന്ദികളുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ പ്രതിനിധി, അമേരിക്കൻ പ്രതിനിധിയായ ആദം ബോലർ പറയുന്നത്, ഞങ്ങൾ ചർച്ച നടത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത്തരം ചർച്ചകൾ ഇനിയും തുടരും. അത്തരം ചർച്ചകൾ മുൻപും ഹമാസുമായി നടത്തിയിട്ടുണ്ട്. ഹമാസുമായി നടത്തിയ ചർച്ചകളൊക്കെയും അത് ഫലപ്രദമായിരുന്നു, പ്രയോജനകരമായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അഭിമുഖം കണ്ടാൽ ഇദ്ദേഹം ഈ അമേരിക്കയുടെ പ്രതിനിധിയാണോ എന്ന് സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഹമാസിനെ അദ്ദേഹം പലയിടങ്ങളിലും പുകഴ്ത്തുന്നുണ്ട്. ഹമാസിന്റെ ഈ ഒരു നല്ല മനസ്സുള്ളവരാണ് ഹമാസുകാരെന്നൊക്കെ ഇദ്ദേഹം ഈ പറഞ്ഞു പോകുന്നതിനിടയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ദികളെ ഇപ്പൊ ഇസ്രയേലിൽ നിന്ന് ബന്ദിയാക്കി കൊണ്ടുവന്ന ഇപ്പൊ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ അദ്ദേഹം ഒരു സമയത്ത് പ്രിസണേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതേസമയം തന്നെ ഇസ്രയേലിന്റെ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ അദ്ദേഹം ഹോസ്റ്റേജസ്, ബന്ദികളെന്ന് വിശേഷിപ്പിക്കുന്നു. ഒരർത്ഥത്തിൽ ഇത് ശരിയാണ്. കാരണം ഈ ഇസ്രയേലിന്റെ ജയിലിലുള്ള പലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അവർ ബന്ദികളാണ്. കാരണം അതിൽ നല്ലൊരു വിഭാഗം പേരും ഒരു തെറ്റും ചെയ്യാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൈനീസ് എന്നോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്നൊക്കെ പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തടവ് സംവിധാനമാണ്. ആരെ വേണമെങ്കിലും ഈ പലസ്തീനിൽ നിന്ന്, അത് ഗസയിൽ നിന്നാകട്ടെ വെസ്റ്റ് ബാങ്കിൽ നിന്നാകട്ടെ, ഇസ്രായേൽ സേനയ്ക്ക് പിടിച്ചുകൊണ്ടുപോകാമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് അവരൊക്കെ ബന്ദികളാണ്. അപ്പൊ ആ നിലയ്ക്ക് തന്നെ ആദം ബോലർ പറയുകയാണ്. അപ്പൊ അവരെ പറ്റി പരാമർശിക്കുമ്പോൾ അവര് ബന്ദികളാണെന്നും ഇവിടെ ഇപ്പുറത്തെ ഒരു പ്രിസണേഴ്സ്, അതായത് തടവുകാരാണ്, അതായത് ഹമാസ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നവർ തടവുകാരാണ് എന്ന നിലയിലൊക്കെ ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെയാണ് ആദം ബോലർ സംസാരിച്ചത്. അതുപോലെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇസ്രായേലിന് ശക്തമായൊരു താക്കീത് അദ്ദേഹം നൽകുന്നു. അദ്ദേഹം പറയുന്നു ഇത് അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ദല്ലാളല്ല, ഇസ്രയേലിന്റെ ഏജന്റ് അല്ല. ഞങ്ങൾക്ക് പല ചർച്ചകളിലും ഞങ്ങളുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകും. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ അമേരിക്കയുടെ പ്രതിനിധി എന്ന നിലയിൽ തനിക്ക് ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും ഹമാസുമായി ബന്ധപ്പെട്ട് അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ CNN ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ, വിവാദ പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയത്. അതുപോലെ ഈ ആഴ്ചകൾക്കുള്ളിൽ എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ വിവാദമായിട്ടുണ്ട്. അത് ഇസ്രായേൽ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ അത് ഈ വാർത്തകളായി വരികയും, അതുപോലെ ഇസ്രായേലിൽ നിന്ന് തന്നെ പല നേതാക്കളും വൈറ്റ് ഹൌസുമായി ബന്ധപ്പെട്ടു, ഈ ഭരണരംഗത്തുള്ള നേതാക്കൾ ബന്ധപ്പെട്ടു എന്നൊക്കെയുള്ള സൂചനകളും വാർത്തകളും ഒക്കെയാണ് വരുന്നത്. അതേസമയം ഈ വൈറ്റ് ഹൌസിന്റെ വക്താവ് കരോലിൻ ലെവിറ്റും സ്ഥിരീകരിക്കുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെയും നടന്നിട്ടുണ്ട്, ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് തങ്ങൾ നടത്തുന്നത്. അതായത് അമേരിക്കയുടെ താല്പര്യമാണ്, അല്ല ഇസ്രായേലിന്റെ താല്പര്യത്തിനല്ല അമേരിക്ക ചർച്ചകൾ നടത്തുന്നത്. അമേരിക്കയിലെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ലോകത്താരുമായും തങ്ങൾ ചർച്ചകൾ നടത്തുമെന്നാണ് കരോലിൻ ലെവിറ്റ്, വൈറ്റ് ഹൌസ് വക്താവ്, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഗസയിൽ വൈദ്യുതിയില്ല. ഗസയിലെ വൈദ്യുതി
വിച്ഛേദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഒപ്പുവെക്കപ്പെട്ടിട്ട് എത്ര മണിക്കൂറുകൾ, ഏതാണ്ട് 24 മണിക്കൂറോട് അടുക്കുകയാണ്. അതായത് ഈ റമദാൻ മാസത്തിൽ അവിടെ വൈദ്യുതി പോലും വിച്ഛേദിച്ചുകൊണ്ട് ഏത് നിലയ്ക്കും അവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹമാസ് നേതാക്കൾ ഈ വൈദ്യുതി വിച്ഛേദനവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന 500-ലധികം ദിവസങ്ങൾ 2023 ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ടുള്ള ഈ വെടിനിർത്തലിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ വരെയുള്ള ദിവസങ്ങളിൽ എത്രയോ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. കുറ്റാക്കുറ്റിനടുത്താണ് ഞങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ചില വിലപേശലുകൾ കൊണ്ട്, ചില ബ്ലാക്ക്മെയിലിങ്ങുകൾ കൊണ്ട്, ഇങ്ങനെയുള്ള വില കുറഞ്ഞ പരിപാടികൾ കൊണ്ട് ബന്ദികളെ വിട്ടയക്കുമെന്നൊന്നും ആരും കരുതണ്ട. 2ാം ഘട്ട ചർച്ചകളിലേക്ക് ഇസ്രായേൽ വരട്ടെ. 2ാം ഘട്ട ചർച്ചകളുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ ബന്ദികളെ വിട്ടയക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രതികരണം. ഇപ്പോൾ ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ അപലപിക്കുന്നുണ്ട്. ഒന്ന്, മാനുഷിക സഹായങ്ങളെല്ലാം നിഷേധിക്കുന്നു, മാനുഷിക സഹായങ്ങളൊന്നും കടത്തിവിടാതിരിക്കുന്നു. രണ്ടാമതാണ് ഈ വൈദ്യുതി വിച്ഛേദനം കൂടി ഉണ്ടാകുന്നത്. അപ്പൊ ഈ അടിയന്തര മേഖലകൾ, ഈ ആശുപത്രികൾ അടക്കമുള്ള അടിയന്തര സേവനം ചെയ്യുന്ന മേഖലകൾ പോലും നിശ്ചലമാകുന്ന ഒരു സാഹചര്യമാണ്. ഈ വൈദ്യുതി വിച്ഛേദനം ജലസേചനത്തെ ബാധിക്കും, ജീവിതത്തിന്റെ സകല മേഖലകളെയും ബാധിക്കുന്ന ഒന്നാണല്ലോ വൈദ്യുതി വിച്ഛേദനം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ നിലയ്ക്ക് വല്ലാതെ ഒരു ദുരിതത്തിലാണ് ഗസയിലെ ജനങ്ങൾ എന്നുള്ളത് ഈജിപ്ത് വിദേശകാര്യമന്ത്രിയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റി പറയുന്നത് ഇത് കൂട്ടത്തോടെ ശിക്ഷിക്കുകയാണ് ഒരു ജനങ്ങളെ. ഹമാസുമായി ബന്ധപ്പെട്ട് ഇനി ഹമാസിന്റെ ഭാഗത്തു നിന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹമാസിനെയല്ലേ ശിക്ഷിക്കേണ്ടത്, മറിച്ച് ഒരു ജനസമൂഹത്തെ മുഴുവനായി ശിക്ഷിക്കുന്ന ഈ പരിപാടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും യുദ്ധ നിയമങ്ങൾക്കും വെടിനിർത്തൽ കരാറുകൾക്കും ഒക്കെ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട വെടിനിർത്തൽ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് നാളെ സൗദി അറേബ്യയിലെത്തും എന്നുള്ള വാർത്തയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ അദ്ദേഹം നിർണായകമായ ചില ചർച്ചകളിൽ പങ്കെടുക്കും. പ്രത്യേകിച്ചും അറബ് ലീഗ് അംഗീകരിച്ച പ്രപ്പോസൽ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ചർച്ചയാകുമെന്ന് കരുതപ്പെടുന്നു. അതിനുശേഷം മറ്റന്നാൾ ബുധനാഴ്ചയോടെ അദ്ദേഹം ഖത്തറിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള വാർത്ത. അതിൽ അദ്ദേഹം ഈ 2ാം ഘട്ട വെടിനിർത്തലുമായുള്ള ചർച്ചകളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. അതേസമയം ഇസ്രായേലിൽ നിന്ന് ഒരു സംഘം ഇതിനകം ഇന്ന് വൈകിട്ടോടെ, തിങ്കളാഴ്ച വൈകിട്ടോടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് പോകുമെന്നുള്ള വാർത്തയുണ്ട്. ഈ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഈ സന്ദർശന സമയത്ത് അദ്ദേഹം ഇസ്രയേലിലേക്ക് പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മീറ്റിങ്ങുകളെ കുറിച്ചോ ഒന്നും ഇതുവരെ ഒരു വാർത്തയുമില്ല. അദ്ദേഹം ഇസ്രയേൽ സന്ദർശിക്കുമോ എന്ന് പോലും അറിയുകയുമില്ല. അപ്പൊ അങ്ങനെ ഇപ്പോൾ വെടിനിർത്തലിന്റെ 2ാം ഘട്ട ചർച്ചകൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ തുടങ്ങും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇപ്പോ ഇറാനും അതുപോലെ ചൈനയും റഷ്യയും ചേർന്നുള്ള അവരുടെ സംയുക്ത സൈനികാഭ്യാസം, നാവിക സൈനികാഭ്യാസത്തിന് അതിന്റെ 5ാം പതിപ്പിന് നാളെ തുടക്കമാവുകയാണ്. അതായത് സെക്യൂരിറ്റി ബെൽറ്റ് 2025 എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. അതായത് ഇറാനിലെ ചബാഹർ തുറമുഖം കേന്ദ്രമാക്കി ഇപ്പോൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വലിയ യുദ്ധക്കപ്പലുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെയാണ് ആ പരിപാടി തുടങ്ങുക. ഈ സെക്യൂരിറ്റി ബെൽറ്റ് 2025, 2019 മുതൽ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ സംയുക്ത സൈനികാഭ്യാസം ഈ 3 രാജ്യങ്ങളും നടത്താറുണ്ട്. പൊതുവെ ഈ സൈനികാഭ്യാസം വിശേഷിപ്പിക്കപ്പെടുന്നത് പടിഞ്ഞാറിനെതിരായ ഒരു പ്രതിരോധം എന്ന നിലയിലാണ്. അതുപോലെ ഈ അമേരിക്ക ഈ ലോകത്തിന്റെ നേതാവാകാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്കും അമേരിക്ക വലിയ സൈനിക ശക്തിയാണ് എന്നുള്ള അമേരിക്കയുടെ വീമ്പ് പറച്ചിലുകൾക്കും ഒക്കെ ഉള്ളൊരു മറുപടിയായി കൂടി ഒരു ശാക്തിക ബലാബലമായി അല്ലെങ്കിൽ ഒരു ബല പരീക്ഷണമായി ഈ ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും അവരുടെ ആ 3 രാജ്യങ്ങൾ ചേരുന്ന അച്ചുതണ്ടിന്റെ ഒരു ബലപരീക്ഷണമായി അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനമായൊക്കെ നമുക്ക് ഈ മിഷനെ കാണാം, അല്ലെങ്കിൽ ഈ സംയുക്ത സൈനിക അഭ്യാസത്തെ കാണാം. അതേസമയം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഈ 2023 ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ഈ ഗസ അധിനിവേശവുമായി ബന്ധപ്പെട്ട് 78,000 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയാണ്. പരിക്കേൽക്കുക മാത്രമല്ല അംഗഭംഗം വന്നവരും ഈ കൂട്ടത്തിൽ നിരവധിയുണ്ട്. ഈ 78,000 പേരിൽ 62% പേർക്ക് മാനസിക വെല്ലുവിളികളുണ്ട്. മാനസിക പ്രശ്നങ്ങളും അത്തരത്തിലുള്ള ട്രോമകളിലൂടെയൊക്കെ അവർ കടന്നു പോവുകയാണ്. ഈ
ഇതില് ഈ 78,000 പേരെന്ന് പറയുമ്പോൾ അവരിൽ ഒരു പകുതിയിലേറെ 50% ചെറിയ കുട്ടികളാണ്. 30 വയസ്സിന് താഴെയുള്ള 21 വയസ്സൊക്കെയാണ് ശരാശരി. ഇവർ റിസർവ് ബറ്റാലിയനിലുള്ള റിസർവ് സൈനികരാണ്. ഇങ്ങനെ അംഗഭംഗം വരികയും അതുപോലെ ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത് ചികിത്സയിൽ കഴിയുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ ഇസ്രായേലിന്റെ സൈന്യത്തെ സംബന്ധിച്ച് സൈന്യത്തിൽ വല്ലാത്തൊരു ആൾക്ഷാമം അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികൾ, പല യുദ്ധമുഖങ്ങളാണല്ലോ, ഒരേ സമയം ഒരു യുദ്ധമല്ലല്ലോ, പലയിടങ്ങളിലാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ ആശങ്കാജനകമാണ് എന്ന് ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രയേലിൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം, പ്രത്യേകിച്ചും തെക്കൻ ലെബനൻ കേന്ദ്രമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ തുടരുമ്പോൾ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ നയീം ഖാസിം പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കേണ്ടി വരും, ഞങ്ങൾ തിരിച്ചടിക്കുന്നതിനെ കുറിച്ച് അടിയന്തരമായി ആലോചിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം അൽ മനാർ ടിവിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നല്ല ഞങ്ങൾ നോക്കുക, എന്തൊക്കെ ബാക്കിയുണ്ട് എന്നാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചോദിക്കുന്നത്. എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ ചോദിക്കാറില്ല, എന്തൊക്കെ ബാക്കിയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ സൈനിക ശക്തിയാവട്ടെ, അവരുടെ ഈ സംഘാടനപരമായ കഴിവുകളാവട്ടെ, ആയുധങ്ങളാവട്ടെ, അങ്ങനെ നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ഉള്ളത് എന്തൊക്കെയാണ് എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ആ ഉള്ളതൊക്കെ വെച്ചുകൊണ്ട് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇസ്രായേൽ താങ്ങില്ല എന്ന നിലയിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ നൽകിയിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് തോന്നി. നമ്മൾ പലപ്പോഴും പലതും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചാണ് ആലോചിക്കുക. പക്ഷേ ഇപ്പോൾ നയീം ഖാസിം പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടത് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നൽകുന്നൊരു കരുത്ത് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ നയീം ഖാസിമിന്റെ പ്രതികരണം. അതേസമയം ഇസ്രായേലില് ഇപ്പൊ നേരത്തെ ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് അത് വൈകുന്നതിലുള്ള വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടക്കുന്നതിന്റെ സമാന്തരമായി പാരലായി വലിയ ചില മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. അതൊന്ന്, ഈ ഇസ്രായേലി അറ്റോർണി ജനറലിനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിന്റെ വലിയ ആവശ്യമാണ്. അറ്റോർണി ജനറലും നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞാൽ കീരിയും പാമ്പുമാണ്. നെതന്യാഹുവിനെ പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കൂടെ ഒരു മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി അല്ലാത്തതെല്ലാം നടക്കും എന്നുള്ളതാണ് സത്യം. അപ്പൊ അറ്റോർണി ജനറൽ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിക്കുന്നു, സർക്കാരിന്റെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിക്വിഡ് പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും കൂടെ ചേർന്നുകൊണ്ട് അറ്റോർണി ജനറലിനെ പുറത്താക്കാനുള്ള ഒരു പരിപാടി കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോ പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഒരു ഭരണ സംവിധാനമൊക്കെ വെച്ചിട്ട് അറ്റോർണി ജനറൽ അത്രയേറെ പവർഫുൾ ആയ ഒരു പോസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് നെതന്യാഹുവിന്റെ തലവേദനയാകുന്നത് കൊണ്ടാകണം നെതന്യാഹുവും ലിക്വിഡ് പാർട്ടിയും എല്ലാം കൂടെ ചേർന്നവരെ പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഗാലി ബെഹാറാവ് മിയാറയെ മാർച്ച് 23 അവരെ പുറത്താക്കാനുള്ള നെസറ്റിൽ അവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം മാർച്ച് 23 വരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ ഈ യൂണിവേഴ്സിറ്റി സർവകലാശാലകളിലെയൊക്കെ വിദ്യാർത്ഥികളൊക്കെ പ്രക്ഷോഭ രംഗത്തിറങ്ങും എന്നൊക്കെ പറയുന്ന ആ നിലയ്ക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അപ്പൊ ഏതായാലും ഇത് ഏറ്റവും പ്രധാനമായതൊക്കെ തന്നെയാണ്. ഇപ്പോ ഇവിടെ ഈ നോമ്പ് തുറയ്ക്കുള്ള സമയമാണ്, ബാങ്ക് മുഴങ്ങുന്ന സമയമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ. വീണ്ടും കാണാം.